ഹായ്, സോ നമ്മളിന്ന് നിവിൻ പോളിയുടെ മൂവി ബത്ലഹേം കുടുംബ യൂണിറ്റിൻ്റെ ട്രെയിലറാണ് കാണാൻ പോകുന്നത്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഖലീഫയാണ് ഫസ്റ്റ് പ്രിഫറൻസ്, ബട്ട് ഇത് തന്നെ ക്ലോസ് സെക്കൻഡാണ്. കാരണം നിവിൻ പോളിയുടെ ഒരു റൊമാൻസ് അല്ലെങ്കിൽ ഒരു ഫീൽ ഗുഡ് പടം, പ്ലസ് ഗിരീഷ് ഷേഡി ആഫ്റ്റർ പ്രേമലു. സോ ഓൾ ഹൈപ്ഡ്. ലെറ്റ്സ് വാച്ച്. അപ്പനയിൽ കുറെ കാസറ്റ് കളക്ഷൻ ഉണ്ടായിരുന്നു. ഇപ്പോഴല്ല, ഒരു 2005 കാലഘട്ടത്തിലൊക്കെ. ഞാനതൊക്കെ MP3 കൺവേർട്ട് ചെയ്തിട്ട് നെറ്റിൽ അപ്ലോഡ് ചെയ്തു. അങ്ങനെ ഞങ്ങളെ പോലുള്ളവർ അപ്ലോഡ് ചെയ്ത പാട്ടുകളാണ് പിന്നീട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടിയത്. ചേട്ടനൊരു യൂസർ നെയിം ഉണ്ടായിരുന്നല്ലോ, എന്റെ പേരെന്തായിരുന്നു? MP3 കിങ്. ചേരുന്ന വല്ല പേര് വിട്ടാ പോരെ. കിങ്, ആപ്പിൾ, ഓറഞ്ച്, ഗ്രേപ്പ്, അറിയാൻ പാടില്ലേ? ഞാൻ പ്രൊഡ്യൂസറാണ്, പ്രൊഡ്യൂസർ. നിർത്തി ഞങ്ങളെ പോലെ സിഗ്മയോ നോക്കാം. ഇത് സിഗ്മയല്ല, ചുഗ്മയാണ്. ഒരു ഉത്തരവാദിത്വം ഇല്ല, ചോദിച്ച് ജീവിക്കുക. നിനക്ക് കുറച്ച് ഫാൻസ് ഒക്കെ രൂപപ്പെട്ട് വരുന്നത് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ആ വീട്ടിലെ കോളേജിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണെന്നാ പറഞ്ഞത്. കോളേജിൽ പഠിക്കുന്ന പെൺകുച്ചോ? കണ്ട ചാർജ് കണ്ട. അത് നീ ഈ അടുത്തുള്ളപ്പായിരിക്കും, അല്ലാത്ത സമയത്തൊക്കെ കളിച്ചിരിച്ച് കിടക്കാനുള്ള കൊച്ച്. ഹായ്. ആ പെൺകൊച്ച് എപ്പ നോക്കിയാലും നിന്നെ തന്നെയാണല്ലോ അവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. തമ്മിലുള്ള റൊമാൻസ് ഇല്ലല്ലോ. ആഷ്ലിനൊന്നും കണ്ടില്ല. വെടിവെച്ച പൊട്ടാത്ത കാര്യം പറയാ നീ കുലിക്കും. എനിക്കിപ്പോഴും ഇവർ ഒപ്പം നമ്മളല്ലാതെ വേറെ ആരും കാര്യം അറിയാൻ പാടില്ല. ഇവൾ ഇവന്റെ പുറകണക്ക് വരുന്നു. നമ്മൾ തികച്ചും സ്ട്രേഞ്ചേഴ്സ് ആയിരിക്കും. സീക്രട്ട് റൊമാൻസ് പോലും വേണ്ടാണ് ഉദ്ദേശിച്ചത്. അതിന് നീ എന്നെ ഇങ്ങനെ ഗോസ്റ്റ് ചെയ്യുന്നു വിചാരിച്ചു. പക്ഷെ ഞാൻ നിന്നെ ഓർബിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇതൊക്കെയല്ലേ നിങ്ങളുടെ ഇപ്പോഴത്തെ ഭാഷ. ഞാൻ അങ്ങനെയൊന്നും പറയാറില്ല. ഓ, മറ്റേ 90s kids trying to be Gen Z ആ സെറ്റപ്പാ. ചേട്ടന് താല്പര്യമില്ലെന്ന് എനിക്ക് മനസ്സിലായി. ഇത് ഞാൻ മറന്നോളാം. തമാശക്ക് പറഞ്ഞാടേ. 21st. Oh, nice. Nice. Excited.